യേശു കർത്താവിന്റെ സ്നേഹവും യേശുവിന്റെ രക്ഷയും ഏതെങ്കിലും വ്യവസ്ഥാപിത ചട്ടക്കൂടുകളുടെ ഉള്ളിൽ ഒതുങ്ങുന്നത് ആയിരുന്നില്ല. മറിച്ച് മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ദൈവസ്നേഹത്തെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ആചാരത്തെക്കാൾ ഉപരിയായി, അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി മാനവികതയ്ക്ക്, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന യേശുവിനെ കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇവിടെ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയത് എന്ന് ചിന്തിച്ചാൽ, 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ ചുറ്റുപാടുകളിൽ നടന്ന സാമൂഹികമായ പശ്ചാത്തലം പഠിക്കുമ്പോൾ, അന്നത്തെ ചരിത്രം പഠിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേർതിരിവുകൾ നിലനിന്ന ഒരു സമൂഹമാണതെന്ന് കാണുവാൻ കഴിയും. സ്ത്രീ വിദ്വേഷം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗം സംഭവിച്ചാൽ അത് പാപനിമിത്തമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, വ്യത്യസ്തമായ ശബത്ത് ആചാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവ് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നതായി, ഈ സ്ത്രീയുടെ ഉള്ളിലെ മനുഷ്യന് പ്രാധാന്യം നൽകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് 4 ഇടപെടലുകൾ ഇവിടെ നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ൽ യേശു കർത്താവ് ഈ സ്ത്രീയെ കണ്ടു എന്നും അവളെ അടുക്കിലേക്ക് വിളിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കാണാൻ ഇഷ്ടമുള്ളതിനെ മാത്രം കാണുവാൻ മനുഷ്യനൊക്കെ താല്പര്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ആരും കാണുവാൻ ഇഷ്ടപ്പെടാത്ത സമൂഹത്തിന്റെ ഓരത്തിലേക്ക് മാത്രം മാറി ജീവിക്കുവാൻ നിർബന്ധിതയായ 18 വർഷം കുനിഞ്ഞു ജീവിച്ച സ്ത്രീ, ഈ സ്ത്രീയെ യേശു കർത്താവ് കാണുകയാണ്. യേശു കർത്താവ് ഈ സ്ത്രീയെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. വേദപുസ്തകത്തിൽ യേശു കർത്താവ് ചെയ്ത അനേക അത്ഭുതങ്ങളിൽ ഒന്നുകിൽ ജനം ഒരുമിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. യേശുവിന്റെ അടുക്കിലേക്ക് പ്രിയപ്പെട്ടവർക്കായിട്ട് മധ്യസ്ഥത ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി യേശു കർത്താവ് വിളിച്ചു വരുത്തി സൗഖ്യം നൽകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ അധിക്ഷേപം അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ തിന്മയായത് അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നും, നിന്നെ അരികിലേക്ക് വിളിച്ച് നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ സമൂലമായി മാറ്റുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്നും, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ദൈവമുണ്ട് എന്ന് യേശു കർത്താവ് തന്റെ ചെയ്തിയിലൂടെ പഠിപ്പിക്കുന്നതായി, പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് ഈ സ്ത്രീയെ കാണുന്നു, അരികിലേക്ക് വിളിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ യേശു കർത്താവ് ഈ സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു അനുഭവം. നമ്മളൊക്കെ ആരെയാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തൊടുക? ഓടിച്ചെന്ന് എല്ലാവരെയും നമുക്ക് തൊടാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ നാം തൊടുന്നവർ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാകണം, നാം അത്രയും സ്നേഹിക്കുന്നവരാകണം. യേശു കർത്താവ് സ്ത്രീ വിദ്വേഷം നിറഞ്ഞ സമൂഹത്തിൽ ഒരു സ്ത്രീയെ ഇവിടെ തൊട്ട് സൗഖ്യമാക്കുന്നതായി കാണുവാൻ കഴിയുകയാണ്. ആരൊക്കെ നിന്നെ തൊടാതെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്റെ ജീവിതത്തിൽ തിന്മയായത് മാത്രം നൽകിയാലും, നിന്നെ അടുക്കൽ വിളിച്ച് നിന്നെ തൊടുന്ന, സ്നേഹത്തോട് ഇടപെടുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. തൊട്ട് സൗഖ്യമാക്കുന്ന, സ്പർശനം നൽകുന്ന, ഒരു വിപ്ലവകരമായ ഇടപെടൽ നടത്തുന്ന യേശുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ൽ നിവർന്നു നിൽക്കുവാൻ ത്രാണിയില്ലാതിരുന്ന 18 വർഷം കുനിഞ്ഞു ജീവിച്ച ഈ സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം, ധൈര്യത്തോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ തക്കവണ്ണം ത്രാണി നൽകുന്ന, ശേഷി നൽകുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിലുള്ള ഒരു വുമൺ എംപവർമെന്റ് ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരെ കാണുകയും അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ സ്ത്രീ ശാക്തീകരണമെന്ന് യേശു കർത്താവ് ഇവിടെ തന്റെ ജീവിതത്തിലൂടെ ഇവിടെ പ്രകടിപ്പിക്കുന്നത് കാണുവാൻ കഴിയുകയാണ്. നിവർത്തി നിർത്തി ജീവിതത്തെ നേരാവണ്ണം നോക്കിക്കാണുവാൻ, ധൈര്യത്തോടെ നാളുകൾ നോക്കിക്കാണുവാൻ ശക്തിപ്പെടുത്തുന്ന യേശുവിനെയാണ്
നമുക്കിവിടെ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഈ ചെയ്തത് ശബത്തിലാണ് എന്നും ശബത്തിൽ ഇത് പാടില്ല എന്നും പള്ളിക്കാരൊക്കെ പറയുമ്പോൾ ശബത്തിന്റെ ആചാരങ്ങൾ ലംഘിച്ച് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന യേശുവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ഈ ഇടപെടൽ, യേശു കർത്താവ് ആരും കാണാത്തവളെ കണ്ടത്, ആരും മടുക്കി വിളിക്കാത്തവളെ വിളിച്ചത്, ആരും തൊടാത്തവളെ തൊട്ടത്, നിവർന്നു നിൽക്കുവാനുള്ള ത്രാണി നൽകിയത്, ശബത്തിന്റെ അനാചാരങ്ങൾ ലംഘിച്ചത് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ നാളുകളിലെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അധിക്ഷേപം കേട്ട് നിന്ദകൾ അനുഭവിച്ച് നാം ജീവിക്കുന്നുവെങ്കിലും, ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള വേർതിരിവ് അനുഭവിച്ച് നാം ജീവിച്ചാലും, പ്രിയമുള്ളവരെ ഓർക്കുക, നമുക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നുറുങ്ങിയ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മെ കണ്ട് അടുക്കി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതാവസ്ഥകൾ സമൂലമായി മാറ്റുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമുണ്ട്. നിവർന്നു നിന്ന് ധൈര്യത്തോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്നോർക്കുക. ആചാരങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ മനുഷ്യജീവന്, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, തിന്മ അനുഭവിക്കുമ്പോൾ, പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ, അധിക്ഷേപം അനുഭവിക്കുമ്പോൾ, വ്യത്യസ്തമായ അടിച്ചമർത്തലുകൾ അനുഭവിക്കുമ്പോൾ ഓർക്കണമേ, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന, നമ്മെ കാണുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ തൊടുന്ന, ധൈര്യം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാ ജീവിതാവസ്ഥയിലും പതറിപ്പോകാതെ, തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെന്ന് ഓർക്കുക. ആയതിനാൽ ഈ നാളുകളിൽ ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയാലും, എന്ത് പ്രശ്നം നാം അഭിമുഖീകരിച്ചാലും, എന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്ത് അധിക്ഷേപം കേട്ടാലും, പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, നമ്മെ കാണുന്ന, തൊടുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമുണ്ട് എന്നോർക്കുക. ആശ്വാസം നൽകി സങ്കേതമായി, ബലമായി, കോട്ടയായി, കാവലായി കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നോർക്കുക. ആയതിനാൽ ഈ നാളുകളിൽ ഈ ദൈവത്തോട് ചേർന്ന് എല്ലാ ജീവിതാവസ്ഥയിലും ദൈവമേ എന്ന ചിന്തയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിന്മകളിലും ഭാരങ്ങളിലും സങ്കടങ്ങളിലും നിരാശപ്പെടാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. ആമേൻ.